സ്റ്റൈൽ എന്ന സിനിമയുടെ ഏറ്റവും വലിയ ലൈക്ക് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട്, പിന്നെ എസ്പെഷ്യലി നമ്മൾ ഈ ക്ലീഷേ വിട്ടിട്ട് പിടിക്കുന്നത് മീൻസ് എപ്പോഴും നമ്മളൊരു വില്ലൻ അല്ലെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടറിനെ ഭയങ്കര വില്ലനിഷായിട്ട് കാണിക്കുക. ലുക്സ് ആയാലും അല്ലെങ്കിൽ അവൻ്റെ ആറ്റിറ്റ്യൂഡ് ആയാലും എല്ലാം. ഇതില് സിനിമ കണ്ടു കഴിഞ്ഞാൽ എഡ്ഗറിന്റെ പോയിന്റ് ഓഫ് വ്യൂ എല്ലാം കറക്റ്റ് ആണ്. ഒരു തെറ്റുമില്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഫിനിഷിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു ഫിസിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹീറോ മെറ്റീരിയൽ ആളെ തന്നെ കാസ്റ്റ് ചെയ്താലേ അത് നിൽക്കുള്ളൂ. പക്ഷെ ഇതെന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഫൈറ്റ് സീക്വൻസസ് ചെയ്തിട്ടില്ല. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റണ്ട് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പുലികളാണ്. ഈ പറയുന്ന സ്റ്റണ്ട് സിൽവയും റൺറബിയും എന്ന് പറഞ്ഞാൽ 2 സ്റ്റണ്ട് മാസ്റ്റേഴ്സ് കൂടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ ഫൈറ്റ്. എനിക്കൊരു സോളോ ഫൈറ്റ് വരെ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ആ ഒരു വില്ലൻ വേഷം ഒരിക്കലും അത് ശരിക്കും ആന്റി ഹീറോ കൺസെപ്റ്റിലാണെന്ന് വരിക. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ. നേരെ തിരിച്ച് എഡ്ഗർ പിന്റോ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ണിക്കും എനിക്ക് ഈ ടോം എന്ന് പറഞ്ഞ ക്യാരക്ടർ ആയിരുന്നു ഉണ്ണി ചെയ്യുമായിരുന്നു. ഞാനും ഇതേ കൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതായത് എൻ്റെ ഫസ്റ്റ് സിനിമ ബാങ്കോക്ക് സമ്മറിൽ ഞാൻ വില്ലനായിട്ട് അഭിനയിച്ചത്. പിന്നെ സഹനടൻ എന്നൊരു സാധനം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പല വിജയിച്ച സിനിമകളും അതേപോലെ ലീഡായിട്ട് നിന്ന് മൾട്ടി സ്റ്റാർ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ വേഴ്സിറ്റാലിറ്റി പ്രൂവ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എഫേർട്ട് മാത്രമേ എടുക്കാൻ പറ്റൂ. അറ്റ് ദ സെയിം ടൈം ഈ കുറച്ച് പടങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സ്റ്റൈൽ മേ ബി സിനിമ കണ്ടു കഴിഞ്ഞാൽ ഈ ഉണ്ണിക്ക് വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റ് പോലെ തോന്നും. സീൻസ് നിനക്കറിയാം, സീൻസിൻ്റെ കാര്യം മീൻസ് നമ്മുടെ USP സെല് ചെയ്യുന്ന പോലെ മസലിനെ കുറിച്ച് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ മാനറിസത്തിനെ കുറിച്ചും അഭിനയത്തിനെ കുറിച്ചും എല്ലാം. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ടൈലർ ഫിറ്റ് ആയിട്ട് ചില ക്യാരക്ടേഴ്സ് വരും. അതേപോലെ അഫ്കോഴ്സ് നിന്റെ വരാൻ പോകുന്ന സിനിമകളും ഈ പറഞ്ഞ മാർക്കറ്റ് പല സംഭവങ്ങളുണ്ട്. ബട്ട് അതിനേക്കാൾ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു ആക്ടർ ഒരു അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇതിൽ വില്ലൻ വേണോ നായകൻ വേണോ എന്നൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ വില്ലൻ ക്യാരക്ടർ എടുക്കുകയുള്ളായിരുന്നു. കാര്യം വേറെ ഒന്നുമല്ല, എനിക്ക് കൂടുതൽ എന്താ പറയുക ചെയ്യാൻ എനിക്ക് യോജിക്കുന്നതെന്ന് തോന്നിയത് ഈ എഡ്ഗർ പിന്റോ എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെയാണ്. പിന്നെ ഇത്രയും സ്റ്റൈലിഷ് ആയിട്ട് ഒരു വില്ലനെ അല്ലെങ്കിൽ ഒരു ആന്റി ഹീറോ നമ്മളിങ്ങനെ പ്ലേസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തൊട്ട് ഒരു ലാസ്റ്റ് മൊമെന്റ് വരെ അവരുടെ ക്യാരക്ടർ ഭയങ്കര ഹെവി ആയിട്ട് നിർത്തിയിട്ടുണ്ട്. ഇതാന്ന് വെച്ചാൽ ഒരു 10-25 ദിവസം ഫൈറ്റ് കണ്ടിന്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സംഭവം. എനിക്ക് 25 ദിവസം ഒന്നും കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റില്ല. ഉണ്ണി ഇപ്പൊ 25 ദിവസമൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണ് നടന്നു വരുന്നത്, കഴുത്തും കൈയൊക്കെ വേദനയായിട്ട്. ഞാൻ ഇനിയൊരു എൻ്റെ ഒരു 5-10 സിനിമകളിൽ ആക്ഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. ബിക്കോസ് അത്രയും ഫൈറ്റ് ഉണ്ട്. ഫൈറ്റ് അല്ല, നമ്പർ ഓഫ് ഡേയ്സ് 33 ദിവസമാണ് നമ്മൾ ടോട്ടൽ ഫൈറ്റ് ചെയ്തത്. മീൻസ് നിന്റെ ഫൈറ്റ് ഉൾപ്പെടെ ക്ലൈമാക്സ് നമ്മളൊരു 18 ദിവസം ഒക്കെ. പക്ഷെ ഭയങ്കരമായിട്ട് മീൻസ് സ്ട്രെയിൻ. പക്ഷെ അതിന്റെ ഒരു ക്വാളിറ്റി എന്തായാലും സ്ക്രീനിൽ വന്നിട്ടുണ്ട്. കണ്ടവരെല്ലാവരും ഭയങ്കര അഭിപ്രായം. ഇങ്ങനത്തെ ഒരു ടൈപ്പ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ ഈ കൾട്ട് മൂവീസ്, ക്ലാസിക് മൂവീസ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് പൂർണ്ണമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഒരു മാസ് മസാല എന്റർടൈനേഴ്സ് ഉള്ളവർക്ക് ഒരു അത് ആഗ്രഹിക്കുന്നവർക്ക് ഒരു പെർഫെക്റ്റ് എന്റർടൈനർ ആവാൻ സാധ്യതയുണ്ട്. ഞാൻ ഡബ് ചെയ്തപ്പോഴൊക്കെ കണ്ടിടത്തോളം എനിക്ക് അങ്ങനെ തോന്നിയത്. ഇതിൽ പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഒരു എക്സ്ട്രാവഗൻ സിനിമകൾ കാണാനും ഞാൻ അത്തരം സിനിമകൾ എൻജോയ് ചെയ്യാറുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഈ കൂടുതൽ ഇത്തരം സിനിമകൾ കാണുന്നത് തമിഴും തെലുങ്കും അല്ലെങ്കിൽ ഹിന്ദി കൺസെപ്റ്റിലാണ്. അപ്പം നമ്മുടെ ഇവിടെ ആ സിനിമകൾ ഭയങ്കരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. ഭയങ്കര മാസ് സിനിമകളിൽ എനിക്ക് തോന്നുന്ന ഒരു വലിയ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടം ഇവിടെ വരുമ്പോൾ പല മലയാള സിനിമകൾ റിലീസ് മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്കറിയാം അങ്ങനത്തെ കൺസെപ്റ്റിലാണ് ആ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്തിനാണ് നമ്മൾ അതർ ലാംഗ്വേജിലേക്ക് പോകുന്നത്? നമ്മുടെ ഭാഷയിൽ തന്നെ ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കാവുന്ന ബിക്കോസ് അങ്ങനത്തെ കാലിബർ ഉള്ള ആൾക്കാരുണ്ട്, ടെക്നീഷ്യന്മാരുണ്ട്, ആക്ടേഴ്സും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് എടുത്തുകൂടാ എന്നൊരു, ബിക്കോസ് ഈ വരുന്ന സിനിമകളെല്ലാം ഓഡിയൻസസ് എല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പിന് സത്യം പറഞ്ഞാൽ എല്ലാ തരം സിനിമകളും വേണം. എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലാസ് സിനിമ ചിലപ്പോൾ നമുക്കൊരു നമ്മുടെ ലോക്കൽ നമ്മുടെ ഒരു ചെറിയൊരു തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാര്യം നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്ത് മുഴുവനായിട്ട് സിനിമയുടെ അകത്തിരുന്ന് കാണാനാണ് ഈ ക്ലാസ് സിനിമകൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതൽ. അതെന്റെ ഇപ്പൊ കാറ്റും മഴ എന്നൊരു സിനിമ IFFൽ ഭയങ്കര അഭിപ്രായം വരുന്നു. ഇപ്പോൾ സെയിം ടൈം ഒരു സ്റ്റൈൽ എന്ന് പറയുന്നൊരു പക്ഷെ സ്റ്റൈലാണ് ഇപ്പോൾ തിയേറ്റർ റിലീസ് കിട്ടിയത്. പക്ഷേ ഈ നല്ല സിനിമ സോക്കോൾ നല്ല സിനിമ കാറ്റുമഴയ്ക്ക് ഇപ്പോൾ ഒരു തിയേറ്റർ റിലീസ് ആയിട്ടില്ല. അതിന്റെ ഞാൻ ഒരു കോൺട്രഡിക്ഷൻ ആണ് നമ്മൾ സംസാരിക്കുന്നത്. അതിലൊരു കാര്യം എന്ന് വെച്ചാൽ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ തിയേറ്റേഴ്സ് ഇനിയും മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാതരം സിനിമകളും ഒരുപോലെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ ആൾക്കാർക്ക് പറ്റും. അല്ലാതെ ഇപ്പോൾ ഒരു AC ഇല്ലാത്ത, ഫാൻ ഒരുപാട് മുകളിലുള്ള, കുഷൻ സീറ്റ് ഇല്ലാത്ത ഒരു സ്ഥലത്തിരുന്നിട്ട് ഒരു ക്ലാസ് സിനിമ കാണുന്നതിനേക്കാളും
അവിടുത്തെ ഓഡിയൻസിന് കൂടുതൽ താല്പര്യം ഇതുപോലുള്ള മാസ് മസാല എന്റർടൈനേഴ്സ് കാണാനായിരിക്കും. കാര്യം അത്രയും ഫാസ്റ്റ് കട്ട്സും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളത് കാണാനായിരിക്കും. മറ്റേത് എൻജോയ് ഉള്ള ഒരു സാഹചര്യം പല തിയേറ്റേഴ്സിലും ഇല്ല. അപ്പോൾ അതിനെ കോംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു എക്സ്ട്രാവഗൻ സ്റ്റൈൽ, എന്താ പറയുക, ഞാൻ ആദ്യമായിട്ട് ഹ്യൂമർ ഹാൻഡിൽ, ദാറ്റ് ഈസ് ജെന്വിൻ ഹ്യൂമർ ആയിട്ട് ഫീൽ ചെയ്യുന്ന സീക്വൻസസ് ഒക്കെ എൻ്റെ കരിയറിൽ ആദ്യമായിട്ട് വരുന്ന സിനിമയാണ്. ഇതിൽ ആക്ഷൻ എന്തായാലും ഉണ്ട്, ബട്ട് ആസ് എൻ ആക്ടർ എനിക്ക് തോന്നിയത് കുറച്ചും കൂടി എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ടോം ഭയങ്കര യങ് ആണ്, ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ എറണാകുളത്തൊക്കെ നടന്ന ഒരു പയ്യൻ്റെ ഒരു കഥയാണ്. അവൻ്റെ ലൈഫിൽ വരുന്ന പല ഹിലാരിയസ് ആയ സിറ്റുവേഷൻ, റൊമാൻസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ആക്ഷൻ ഷൂട്ട് ചെയ്യുമ്പോൾ വരുന്ന അതിൻ്റെതായ ബുദ്ധിമുട്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ തൊടുപുഴ ഒരു ഭയങ്കര ഉള്ളിലേക്ക് പോയിട്ടാണ് ഒരു 20 അടി ഹൈറ്റ് അയൺ ബാർസ് ഒക്കെ വെച്ചിട്ടാണ്. പക്ഷെ അത് നമ്മൾ ഇപ്പൊ പറഞ്ഞാൽ പോലും കണ്ട് മനസ്സിലാക്കിയാലേ അതിന്റെ റിസ്ക് ഫാക്ടർ ശരിക്കും പറഞ്ഞാൽ അറിയുള്ളൂ. അതിന്റെ മുകളിൽ നിൽക്കാനൊന്നും പറ്റില്ല. അത് കാല് സ്ലിപ്പായി താഴത്തേക്ക് വീഴും. എനിക്ക് 20 അടി ഹൈറ്റ് മുകളിൽ നിന്ന് കാല് സ്ലിപ്പായി പിടിച്ചു. പിന്നെ ഈ കൂടെ വർക്ക് ചെയ്യുന്ന ഫൈറ്റേഴ്സിന്റെ ഒരു അവസ്ഥ ഭയങ്കര സ്ട്രെസ് എൻവയറമെന്റ് ആണ്. നമ്മൾ സിനിമയിൽ അത് കാണുമ്പോൾ ഭയങ്കര സ്റ്റൈലിഷും മാസും സ്ലോ മോഷനും ഒക്കെയാണ്. പക്ഷെ അത് ഒരു ടേക്ക് ഓക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ കുഴഞ്ഞു വീഴുക ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഈ ഫൈറ്റ് ഞാൻ ആദ്യമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ സിനിമയിലെ കാണുമ്പോൾ ഭയങ്കര എളുപ്പമാണ് ഫൈറ്റ്, ഇടിക്കുക. പക്ഷെ ശരിക്കും ഇടിച്ച പോലെ തോന്നും വേണം, എന്നാൽ ഇടിക്കുന്നത് കൊള്ളാനും പാടില്ല. അതിൽ ഇഞ്ചുറിയുടെ ചാൻസ് കൂടുതലാണ്. ഷോൾഡർ തെറ്റിപ്പോവും, മുട്ട് ഊരിപ്പോവും. ബിക്കോസ് നമ്മൾ ഒരു ഇമ്പാക്ട് കിട്ടാത്തവരെ ഈ പവറും കൊടുക്കും. നമ്മൾ അൾട്രാ സ്ലോ മോഷൻ ഒക്കെ വരുമ്പോണ്ടല്ലോ ഫൈറ്റേഴ്സ് പറയും ഇടിച്ചോ മോനെ കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ നമുക്ക് നമ്മളോട് യാതൊരു ദേഷ്യവും നമ്മളോട് ദ്രോഹം ചെയ്യാത്ത ഒരാളുടെ നേരത്തെ ഇടിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു അതാണ് എനിക്ക് എല്ലാത്തരം സിനിമകളും ഇഷ്ടമാണ്. ഞാൻ എല്ലാ ടൈപ്പ് ഓഫ് സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ബട്ട് ആക്ഷൻ ഹീറോസിനോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം. ഈ ഒരു എനിക്ക് നമുക്കറിയാം, അത് ഒരു അടി കിട്ടിയാൽ അത് കിട്ടിയത് തന്നെ. അത് ഇപ്പൊ മാത്യു ഒന്ന് ഇത്രയും വലിയൊരു സാധനം വന്ന് അടിക്കുമ്പോൾ നന്നായിട്ട് വേദനിക്കും. അതിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ എത്ര സേഫ്റ്റി ഗാർഡ് വെച്ചാലും അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. ബട്ട് ഇതൊക്കെ എൻജോയ് ചെയ്ത ഒരു സിനിമ അവസാനം വരുമ്പോൾ ആ കയ്യടിയും കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു പുഷ് ചെയ്യുന്നത്. എല്ലാ സിനിമകളും ഓഫ് കോഴ്സ് മലയാളത്തിൽ അതിൻ്റെ നമ്മുടെ ഓഡിയൻസിൻ്റെ അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സിൻ്റെ ഒരു ഇൻട്രസ്റ്റ് വെച്ചിട്ട് നമുക്ക് എല്ലാ സിനിമയിലും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇടയ്ക്ക് പറഞ്ഞാൽ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്തായാലും നിനക്ക് അടുത്തത് നിനക്കും ചെയ്യാം.